ഇതേ എൻ്റെ വെള്ളരിത്തോട്ടമാണേ. വെള്ളരി നട്ട് ഞാൻ നിറച്ചിട്ടേക്കുമാണ്. ഞാൻ ഇതിന് മുമ്പ് ഞാനിത് കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞ് തൈയായിരുന്നു. ഇപ്പം ഇതെല്ലാം വലുതായി വെള്ളരി കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പറയാനല്ല വന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇലകൾ കുട പോലെ നിന്നാണ് ഈ വെള്ളരിയുടെ തണ്ടിനെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത്. കണ്ടോ? ഒരു കുട, അതായത് മനുഷ്യൻ ശരീരത്തെ കുട കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് കണ്ടോ ഈ വെള്ളരിയുടെ ഇല കൊണ്ട് അതിൻ്റെ തണ്ടിനെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുട ചൂടി നിൽക്കുന്നത് പോലെയാണ് ഇത് നിൽക്കുന്നത്. ഇത് വെള്ളരി, പിന്നെ പടവൽ, മത്തൻ എന്നീ സസ്യങ്ങളെല്ലാം ഇങ്ങനെ സ്വന്തം തണ്ടിനെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഇതുപോലെ ഇലകൾ കൊണ്ട് കുട ചൂടി നിൽക്കുന്നത് പോലെ കണ്ടോ. ഈ ഇലകൾ കൊണ്ട് അതിൻ്റെ തണ്ടിനെ നല്ലവണ്ണം വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത് കാണാം. വേറെ സസ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഇലകൾ അങ്ങ് നീണ്ടു നിവർന്ന് വളർന്നു പോവുകയുള്ളൂ. ഇത് പക്ഷേ സ്വന്തം തണ്ടിനെ സംരക്ഷിക്കുന്ന ഒരു സസ്യമാണ് ഈ വെള്ളരി, പടവൽ, പിന്നെ അതുപോലെ തന്നെ മത്തൻ. ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, തണ്ടിനെ ഒന്നും വെയിലേൽപ്പിക്കാതെ ഈ സസ്യങ്ങൾ സ്വന്തം തണ്ടിനെ സംരക്ഷിച്ച് നിർത്തുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ വെറുതെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും പച്ചക്കറികൾ നിങ്ങൾ നട്ട് വളർത്തി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുക്കുകയും ചെയ്യും. ഓക്കെ, ബൈ. അപ്പോൾ ഈ ഇല നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബൈ.